ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. ആഫ്റ്റർ എ ലോങ് ടൈം വി ആർ ബാക്ക്. അങ്ങനെ ഞങ്ങൾ പോവാണ്. നമ്മളിപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോണത്. അവിടുന്ന് ട്രെയിൻ കയറും. ലൊക്കേഷൻ നമ്മൾ പറയാം. നമ്മൾ ട്രെയിൻ ജേണിയിൽ നമുക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായിട്ടുള്ള കാര്യം പാത്തുവിൻ്റെ ഫുഡ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് കയ്യിൽ കരുതിയിരുന്നത് സ്ലർറ ഫാമിൻ്റെ റെഡി ടു ഈറ്റ് സീരിയൽസ് ആണ്. മോള് കുറുക്ക് കഴിക്കുന്ന ആളാണ്, അപ്പോൾ നമുക്ക് കുറുക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൽ ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ട്രയൽ പാക്സ് ക്യാരി ചെയ്ത് അതിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചുടുവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫുഡും അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ മണാലിക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നേരെ ഡൽഹിക്ക്, ദെൻ സ്ട്രെയിറ്റ് മണാലി. നമ്മൾ ട്രെയിനിൽ 2 ദിവസമായി. അപ്പോൾ അങ്ങനെ 2 ദിവസം നല്ല അടിപൊളിയായി കഴിഞ്ഞുപോയി. ഇതിപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷന് ഡൽഹിയാണ്. അപ്പം നമ്മൾ ഇറങ്ങാനായിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കുറേ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്ത് ചാടി വന്നൊരു ട്രിപ്പാണിത്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് ആദ്യം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഒക്കെ കൺഫേം ചെയ്തായിരുന്നു. ബട്ട് പെട്ടെന്ന് നമുക്ക് അത് ഡേറ്റ് മാറ്റേണ്ടി വന്നു. അങ്ങനെ ക്യാൻസലായി. പിന്നെ നമ്മൾ വീണ്ടും എടുത്തതാണിത്. അപ്പൊ നമ്മൾ ട്രെയിനിന്റെ ടൈമോ അതേപോലെ ഡ്യൂറേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. തത്കാലില് ഇപ്പൊ കിട്ടിയ ട്രെയിൻ എടുത്ത് ആ സീറ്റ് എടുത്ത് അങ്ങനെയാണ് പോകുന്നതാണ്. അപ്പോ ഇപ്പതാ കുറച്ച് നല്ല വർക്കാണ്. അപ്പൊ ഞങ്ങളെ ഈ ട്രെയിൻ ജേർണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജേർണി ആയിരുന്നു. കാരണം അറിയാലോ, 2 ദിവസമായി ഞങ്ങള്. മിനിയാന്ന് അതിന് മുന്നേക്ക അങ്ങനെ കുറച്ച് 2 നൈറ്റ് ഇപ്പൊ കഴിഞ്ഞു ഓൾറെഡി. അപ്പോ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതേപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോ എന്താ പറയാ, അങ്ങനെ കുഞ്ഞുങ്ങളും കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കരുതേണ്ട കാര്യം ഫുഡ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ കുറെ പ്രിപ്പയർ ചെയ്ത് കുറെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇത്രയും തോനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കണ എല്ലാം കുഞ്ഞ് കഴിക്കൂലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സൗത്ത് ഇന്ത്യ കഴിഞ്ഞ് ഇവിടെ നോർത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് ചിലപ്പോ മക്കൾക്ക് ആ ഫുഡ് കൊടുക്കാൻ തോന്നൂല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും മക്കൾക്ക് നമുക്ക് ആ ഫുഡ് കൊടുക്കാനായിട്ട് തോന്നൂല. അപ്പൊ നമ്മള് അവർക്കുള്ളത് കുറച്ചുകൂടെ കയ്യിൽ കരുതാവും ബെറ്റർ. അതേപോലെ ചൂടുവെള്ളമൊക്കെ നമ്മളുടെ ഈ ട്രെയിനിൽ കിച്ചണൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടുവെള്ളത്തിനൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഓവറോൾ എന്താ പറയാ, ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. നമ്മളെ പോലെ ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മള് മോളെ കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് പോകുന്നത്. അതുകൊണ്ട് കുറേ ലഗേജ് നമുക്ക് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കുറേ സാധനങ്ങൾ വാരിക്കൂട്ടി കുറേ ബാഗ്സ് ആയി. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് 3-4 ബാഗാണ് ഞങ്ങൾക്കുള്ളത്.
അപ്പൊ ഗൈസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞങ്ങളെ രണ്ടാമെ കൊണ്ടും അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ എനിക്ക് മോളും കൂടെ എടുക്കാനുള്ള കാരണം അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ എല്ലാതും ഹാൻഡിൽ ചെയ്യല് ഇക്ക് തന്നെയാണ്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ മാക്സിമം ലഗേജ് കുറയ്ക്കണം. പിന്നെ പാത്തു എങ്ങനെയായിരുന്നു ട്രെയിനിൽ ചോദിച്ചാല് നല്ല സീനായിരുന്നു. അതായത് ഞങ്ങള് 8 ആണ് എടുത്തത്. അപ്പൊ അറിയാലോ എല്ലാ ട്രാവലേഴ്സും അധികം ഉറങ്ങാനായിട്ടാണ് സാധാരണ 8 എടുക്കാറ്. അപ്പോ എല്ലാരും ഉറങ്ങുമ്പോ ഇവളെ എണീറ്റിരിക്കുമ്പോ ഇവളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ മറ്റു ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ റെഡി ആയി വരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പുറത്ത് കൊണ്ടുപോകും, കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്ന് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു. പിന്നെ എന്നാലും അധികം നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പത്ത് ഇത് പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു ട്രെയിനിനുള്ളിൽ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും ആള്. അപ്പൊ ആള് കുറെ ഇതിനോട് അഡാപ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇനിയുള്ള കാര്യത്തിനൊക്കെ അഡാപ്റ്റ് ആവുക ഒരു ഐഡിയ ഇല്ല. ഇനി നമുക്ക് കുറെ പോവാനുണ്ട്, മണാലി എത്താനുണ്ട്, നമ്മൾ ഡൽഹിയിലോട്ടാണ് പോണത്. അപ്പൊ ഏതായാലും കണ്ടറിയാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തിയിരിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ചിരിച്ചു കാണുകയാണ്. സോ ഗൈസ്, നമ്മളെ കുട്ടികൾ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ബസ്സിലെത്തി ഗൈസ്. കുറേ അങ്ങോട്ടും കൂടി ഇതാ പാത്തു തിരിച്ചു തുടങ്ങി. കുട്ടീനെ വിട്ടിട്ട് കുറേ അങ്ങോട്ടും നടന്നു. അവസാനം ഫുഡ് കഴിച്ച് ഇപ്പൊ ഇതാ ബസ്സിൽ കയറി. ഞങ്ങളുടെ കൂടെ ഒരു ടീമും കൂടെ ഉണ്ട്. സർപ്രൈസ് ആണ്. പിന്നെ നാളെ കാണാം.